ഗവർണറുടെ പാട്ടിന് വിടണം ഇടതുപക്ഷം. മുഖ്യമന്ത്രിയെ പോലെ ഒരാള് ഈ കാര്യത്തിൽ SFI പോലുള്ള ഈ സംഘടനയെ, ഈ കുട്ടിക്കൊരന്മാരെ ചുടിചോറ് വാരിച്ച് അവര് ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് ഒരു കാരണവശാലും മുഖ്യമന്ത്രി അതിന് കൂട്ടുനിൽക്കരുത്. ഇവിടെ ഗവർണർ ഉയർത്തിയിരിക്കുന്ന ഒരു ആരോപണം എന്താ? ഈ കാര്യങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള അറിവോടുകൂടിയാണ് എന്നുള്ളതാണ്. ഞങ്ങൾ ചോദിക്കുന്നു, ഇപ്പോ ഗവർണർക്കെതിരെ നിങ്ങൾക്ക് കരിങ്കൊടി ഉയർത്തണം, കരിങ്കൊടി കാണിക്കണം. പക്ഷെ ഗവർണർ അവിടെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി തെന്നിപ്പാലത്തുള്ളപ്പോ അവിടെ ഞങ്ങൾ ഒരു ആക്രമണ സമരവുമായിട്ട് ഇവർ പോകുന്നു എന്ന് പറയുമ്പോൾ അത് നിശ്ചയമായിട്ടും ഒരു ഭരണഘടനാ സ്ഥാപനത്തോട്, അതെന്നാൽ ഗവർണർ എന്നുള്ള പദവിയല്ല, ഒരു ഭരണഘടനാ സ്ഥാപനത്തെ പോലും ഞങ്ങൾ അങ്ങ് വെല്ലുവിളിക്കുന്നു എന്നുള്ള നിലയിലാണ്. അങ്ങനെ വെല്ലുവിളിക്കാൻ തക്ക ഒരു കാരണവും അല്ലെങ്കിൽ ഒരു സമരത്തിന്റെ ആധാരമായിട്ടുള്ള ഒരു കാര്യവും ഇപ്പൊ കേരളത്തിലില്ല. അതുകൊണ്ട് SFIക്കാരൻ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ, ഈ വൃത്തികെട്ട സമരത്തിൽ നിന്ന് SFIക്കാരൻ പിന്മാറണം. സെനറ്റിലേക്കുള്ള അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രതിനിധികളെ നിയമിച്ചത് അത് കോടതി അത് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഇനി ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവർണർക്ക് എല്ലാ കാലഘട്ടത്തിലും നമ്മൾ ആലോചിക്കുക, ഈ സെനറ്റിലേക്കൊക്കെ ഇപ്പൊ ബാബുജൻ എന്ന് പറയുന്ന ആലപ്പുഴയിൽ നിന്നുള്ള CPMന്റെ ഒരു നേതാവ് എന്ത് അക്കാദമിക് ക്വാളിഫിക്കേഷന്റെ പേരിലാണ് ഈ CPMകാര് ഈ സിൻഡിക്കേറ്റിലേക്ക് നാളിതുവരെ നിയമിച്ചിരിക്കുന്ന ആളുകളുടെ പട്ടിക ഒന്ന് പുറത്തുവിടട്ടെ, എന്നിട്ട് പറയട്ടെ ഇവർക്കുള്ള യോഗ്യത എന്താണ്. അവർക്ക് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള എല്ലാ കാലഘട്ടത്തിലും ഇവരൊക്കെ ചെയ്യുന്നത് ഇത് തന്നെയാണ്. അപ്പോ ഇവിടെ കോടതി അത് തടഞ്ഞതിന് ശേഷം അനാവശ്യമായ സമരരംഗത്തേക്ക് വരുന്നു. ആ സമരമാണ് ഇവിടെ കേരളത്തിലെ പൊതുസമൂഹത്തിന് സ്വീകാര്യം അല്ലാതായിട്ടുള്ളത്. ഇനി ഗവർണർ മിഠായി തെരുവിൽ നടന്നു, ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ മനോഗുണം പോലെ അദ്ദേഹം നടക്കട്ടെ, നടക്കാതിരിക്കട്ടെ. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യത്തെ ഞാൻ ഏതായാലും അതിനെ ഒന്ന് ഖണ്ഡിക്കാൻ ആഗ്രഹിക്കുക. മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിന്റെ ക്രമസമാധാന നില ഭദ്രമായതുകൊണ്ട് അദ്ദേഹത്തിന് മുട്ടായി തെരുവിലൂടെ ഒരു തടസ്സവും കൂടാതെ നടക്കാൻ കഴിഞ്ഞു. ഞാൻ ആ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത്, കേരളത്തിന്റെ ക്രമസമാധാന നില ഭദ്രമാണെങ്കിൽ അങ്ങ് എന്തിനാണ് ഈ 42 വാഹനം, അതിൽ എന്താ പറഞ്ഞ ആംബുലൻസ് മുതൽ കമാൻഡോസ് മുതൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, അതുപോലെ തന്നെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ, പിന്നെ സഫാരി സ്യൂട്ട് ധരിച്ച് 4 അടി നീളമുള്ള വടിയും 6 അടി നീളമുള്ള വടിയുമായിട്ട് നടക്കുന്ന, പിന്നെ 6 അടി 3 ഇഞ്ച് 6 അടി 5 ഇഞ്ച് ഉയരമുള്ള നവകേരള സദസ് എന്ന പച്ച ബനിയനും കാക്കി ട്രൗസറും ഇട്ട് നടക്കുന്ന DYFIക്കാർ എന്തിനു വേണ്ടി അങ്ങ് ഇവരെയൊക്കെ അങ്ങയുടെ സുരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടു നടക്കുന്നത്? അപ്പൊ കേരളത്തിന്റെ ക്രമസമാധാന നില മിഠായി തെരുവിലെ പോലെ അത് ഭദ്രമാണ് എങ്കിൽ എന്തിനു വേണ്ടിയാണ് മുഖ്യമന്ത്രി 42 വണ്ടി ആളുകളെയുമായിട്ട് നടക്കുന്നത്? അപ്പൊ കേരളത്തിന്റെ ക്രമസമാധാന നില ഭദ്രമല്ല എന്ന് അറിയാവുന്ന ആദ്യത്തെ ആള് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ആദ്യം ഈ നാടകങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക. മുഖ്യമന്ത്രി നാടകം അവസാനിപ്പിച്ചാൽ ഒരു സംശയവും വേണ്ട, SFIക്കാരൻ ഈ നാടകം അവസാനിപ്പിക്കും. SFIക്കാരൻ നാടകം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ SFIക്കാരൻ ഇപ്പൊ എന്തിനു വേണ്ടി യഥാർത്ഥത്തിൽ സമരം ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ SFIക്കാരൻ 65 സർക്കാർ കോളേജിൽ പ്രിൻസിപ്പൽമാരില്ല. പ്രിൻസിപ്പൽമാരില്ലാതെ 65 സർക്കാർ കോളേജ് എവിടെയെങ്കിലും SFIക്കാരന്റെ ഒരു സമരം കണ്ടോ? 9 സർവകലാശാലയിൽ വൈസ് ചാൻസലർമാരില്ല. ആ കാര്യത്തിന് SFI എവിടെയെങ്കിലും ഒരു സമരം നടത്തിയതായിട്ട് നമ്മൾ കണ്ടോ? പിന്നെ എന്തിനു വേണ്ടിയാണ് ഇവർ ഈ സമരം നടത്തുന്നത്? കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഇപ്പൊ തകർന്ന് തരിപ്പണമായി.